जननं सुगता मरणं करुणा मिलनं मधुरं स्मरणं करुणा कालवशान्त अखिलं करुणं समयाधिपते अखिलं करुणम्. എല്ലാവർക്കും നമസ്കാരം. ശക്തിക്രിയ നമ്മൾ പരിശീലിക്കുന്നതും പരിശീലിക്കേണ്ട രീതിയും അതേപോലെ തന്നെ ശക്തിക്രിയ പരിശീലിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ശക്തി എന്നർത്ഥമാക്കുന്നത് സർവ പ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്നൊരു ഊർജമാണ്. ഞാനൊരു ഊർജമാണ്, നിങ്ങളൊരു ഊർജമാണ്, സർവ്വതും ഒരു ഊർജമാണ്. അതിനെ നമ്മൾ ശക്തി എന്ന് വിളിച്ചു. ക്രിയ എന്നർത്ഥമാക്കുന്നത് ആക്ഷനെയാണ്. നമ്മൾ ആത്മീയതയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ ഇന്നറിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ്, എങ്ങനെയാണ് അവനവനെ കണ്ടെത്തുന്നത്, അവൻ്റെ ഉള്ളിലെ ആ ഒരു പരമാത്മാവിൻ്റെ ചൈതന്യത്തെ അറിയാൻ പറ്റുന്ന പ്രക്രിയകളെ നമ്മൾ ക്രിയകളായി അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ടൂൾസായിട്ട് ഭാരതീയ ഋഷിമാരും മുനിമാരും നമ്മുടെ മുന്നിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന പ്രക്രിയ എന്ന് പറയുന്നത് ഒരു സെൽഫ് റിയലൈസേഷനാണ്. കാലക്രമേണ നമ്മൾ ജീവനെ ജീവിച്ച് നമ്മൾ എങ്ങനെയാണോ കാര്യങ്ങളെ വിവേകത്തോടുകൂടി കാണാൻ തുടങ്ങുന്നത്, ആ വിവേകം നമ്മളോട് മനസ്സിലാക്കി തരും നമ്മൾ ആരാണ്, എന്താണെന്നുള്ള തിരിച്ചറിവിലേക്ക്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സുമല്ല, ഞാൻ ഈ ശരീരവും മനസ്സുമല്ലാത്ത ഈ സൃഷ്ടിയാവുന്ന ഒരു ബോധമാണ് ഞാനൊരു പ്രകാശമാണ്. അതുകൊണ്ട് ഭാരതീയ തത്വചിന്തയിൽ അഹം ബ്രഹ്മാസ്മി, തത്വമസി എല്ലാം തന്നെ വിളിച്ചു. ഇതാവുന്ന ഒരു ചൈതന്യമാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന എല്ലാം നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. എൻ്റെ ഉള്ളിലെ സത്ത് ഒരു പ്രപഞ്ചവുമായിട്ട് നിലകൊണ്ട് നിൽക്കുന്ന ഒരു ഊർജ്ജമാണ്. എൻ്റെ ഉള്ളിലെ സ്നേഹം, എൻ്റെ ഉള്ളിലെ ശാന്തി, എൻ്റെ ഉള്ളിലെ പരമാനന്ദം, എൻ്റെ ഉള്ളിലെ സർവ്വ ശക്തികളും ഈ പ്രപഞ്ചത്തിൻ്റെ ബോധവുമായിട്ട് ഞാൻ ലയിച്ചിരിക്കുന്ന ഒരാളാണ്. ഈ ഒരു തിരിച്ചറിവിനെ നമ്മൾ ആത്മീയ യാത്ര എന്ന് വിളിച്ചു. എന്നിലെ ആ ശക്തിയെ ഞാൻ കണ്ടെത്തുവാനായിട്ട്. ശക്തി, ആത്മാവ് ഒരു ശക്തിയാണ്. ആത്മാവ് ഒരു ഉയർന്ന ഊർജമാണ്. ഇതിനെ ശക്തി എന്ന് പറയാൻ കാരണം ശക്തിക്ക് പലതരത്തിലുള്ള നമുക്കറിയാം ഒരു ഊർജം. നമ്മുടെ ഈ ഒരു ഊർജം ഏറ്റവും താഴ്ന്ന തട്ടിൽ കിടക്കുമ്പോൾ നമ്മുടെ പ്രാണൻ നമ്മളറിയാതെ നമ്മൾ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ പരിമിതിയിൽ നിന്ന് പോകും. നമ്മൾ ആരാന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടം വരെ നമുക്കാകെ ഈ ശരീരവും മനസ്സുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അതുകൊണ്ടാണ് മരണഭയം, അതുകൊണ്ടാണ് ജീവിതത്തിനോട് പലതിനോട് ഇത്ര അറ്റാച്ച്മെൻറ്റ്. മനസ്സും ശരീരം ഇതിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഓരോ മനുഷ്യനും ഓരോ ജന്മം എടുക്കുമ്പോഴും ഒരു വളരുന്ന ബുദ്ധിയുണ്ട്. ഈ ബുദ്ധിയും അവബോധവും കൂടി ചേരുമ്പോഴാണ് ജീവിതത്തിൻ്റെ വക്കിലേക്ക് ജീവിക്കാൻ ആരംഭിക്കുന്നത്. നമ്മൾ പറയും സെൽഫ് അവയർനെസ്. ആ ഒരു ബോധം വരുമ്പം ഈ ശരീരവും മനസ്സും നമ്മളല്ല, മൈൻഡും ബോഡിയല്ല നമ്മളാകുന്ന ഒരു ഉയർന്ന ബോധവും നമ്മളാവുന്ന ഒരു അവബോധവുമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ ജീവിതത്തിനെ നമുക്ക് ജീവനായി ജീവിക്കാനും ആസ്വദിക്കാനും ഈ ഒരു ഭൂമിയിൽ സാധിക്കുള്ളൂ. എല്ലാ വ്യക്തികളും ആത്മീയ സാധനയിൽ പരിശീലിക്കുന്ന ആത്മസാധന പരിശീലിക്കുന്ന സാധകർക്ക് അറിയാൻ കഴിയും,
ഓരോ സാധനയും പരിശീലിക്കുമ്പം സാധനയ്ക്ക് ശേഷം സെൽഫ് റിയലൈസേഷൻ ചെയ്യുന്നൊരു കാര്യമുണ്ടാവും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എത്രയോ പരിമിതികൾക്കുപരിയാണ് ആത്മാവിൻ്റെ ശക്തി എന്നുള്ളത്. ആത്മീയ ഊർജം, ഈ ഒരു ഊർജത്തെ നമ്മൾ മാസ്റ്റർ ചെയ്യുമ്പോൾ പ്രാണശക്തിയാണ്, പ്രാണനെയാണ് നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ടത്. യോഗികൾ പ്രാണനെ മാസ്റ്റർ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു മഹാസമാധി അല്ലെ നിർവികൽപ്പ സമാധിയാണ് ഈ ജീവൻ്റെ അടിസ്ഥാന പ്രക്രിയയെന്ന്. ഓരോ മനുഷ്യജീവികളും കാലക്രമേണ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. ഈ മനസ്സും ശരീരവും ഇതിനെ ഈ ഒരു അവബോധവുമായിട്ട് ചേരാതെ വരുമ്പോഴാണ് മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. എത്ര പൈസ കിട്ടിയാലോ, എത്ര നല്ല വീട് കിട്ടിയാലോ, എത്ര നല്ല ബന്ധങ്ങൾ കിട്ടിയാലോ ഒന്നിലും ആ ചിന്തകൾ ഒതുങ്ങുന്നില്ല. വീണ്ടും വീണ്ടും തൃപ്തിയില്ലാതെ പോവുകയാണ്. പക്ഷെ നിങ്ങളുടെ അവബോധവും ബുദ്ധിയും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള പ്രോസസ്സ് സംഭവിക്കും. നിങ്ങളിങ്ങനെ ഇവിടെ വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് പരമാനന്ദം ഒലിക്കും. നിങ്ങൾ ഒന്നും, ഈ ലോകം എന്തൊക്കെ തന്നെ നടന്നാലും നിങ്ങളുടെ ഉള്ളിലൊന്നും തന്നെ സംഭവിക്കില്ല. നിങ്ങളതിനെയെല്ലാം കൈകാര്യം ചെയ്യാൻ പഠിച്ചവരായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളെപ്പോഴും സന്തോഷത്തിലായിരിക്കും. നിങ്ങളൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ വേറിട്ടു. നിങ്ങൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ അപ്പുറം ഒരു ബിയോണ്ട് ദ സെൽഫാണെന്നറിഞ്ഞു. നിങ്ങൾ ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് നല്ല തിരിച്ചറിവോടുള്ളൊരു ബുദ്ധിയും ഒരു അവബോധവും മാത്രമാണ്. ഞാൻ ആരാന്ന് മനസ്സിലാക്കിയുള്ള സെൽഫ് റിയലൈസേഷനും അതിന് പറ്റിയ പാകപ്പെടുത്തിയുള്ളൊരു ബുദ്ധിയുമാണ്. ആത്മീയ സാധനകളെല്ലാം തന്നെ നമ്മളെ ഇതിലേക്കാണ് നയിക്കുന്നത്. ഇപ്പം ശക്തിക്രിയ എന്ന് പറയുന്നത് അവനവൻ്റെ ഊർജത്തെ, ഒരു മനുഷ്യ ജീവൻ ഈ സൃഷ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പം എല്ലാ ജീവികളും ഒന്നാണ്. അതിലേറ്റവും ഉയർന്നൊരു ജീവിയാണ് മനുഷ്യൻ. ഈ സൃഷ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഒരു ലോ ഓഫ് കർമ്മയിലാണ്. നമ്മൾ ഈ ഒരു ലോ ഓഫ് കർമ്മയുടെ അടിസ്ഥാനത്തിലാണ് ഈ സൃഷ്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആദി ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ പുനരഭിജനനം പുനരഭിമരണം. ജനന മരണ പ്രക്രിയയിൽ നിന്ന് ഒരാളൊരു മോചനം ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാണനെ ഈ സൃഷ്ടിയുടെ അടിസ്ഥാന പ്രക്രിയയിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കും. അതൊരു ഓംകാരമാണ്, അതൊരു പ്രകാശമാണ്. ഗോഡ് ഈസ് ലൈറ്റ്. ശിവനെ അറിയാൻ ശ്രമിക്കുന്നത് അവനവനെ അറിയാൻ ശ്രമിക്കുന്നതാണ്. ശക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഒരു ഊർജം ഒരു സ്ത്രീ ശക്തിയുടെ ഊർജമാണ്. നമ്മൾ ഒരമ്മയുടെ ഗർഭപാത്രത്തിലൂടെയാണ് കടന്നു വന്നത്. അതേപോലെ ഈ ഒരു പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ മദർ ഓഫ് നേച്ചറിൽ ഒരു ഡിവൈൻ മദറിൻ്റെ ശക്തിയുണ്ട്. ഈ മദർ ഓഫ് നേച്ചറിൽ നമ്മൾ കടന്നു പോകുന്ന ഈ ജന്മമരണ പ്രക്രിയയിൽ പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാന ക്രമീകരണത്തിലൂടെയാണ് നമ്മൾ ഒരു ശരീരം വീണ്ടെടുക്കുന്നത്. നമ്മുടെ മൂലാധാര ചക്രം, അവിടാണ് നമ്മുടെ പ്രാണശക്തി നിലകൊള്ളുന്നത്. സുഷ്മ നാഡി എന്ന് പറയും. ഈ സുഷ്മയിലുള്ള നാഡി, ഈ സുഷ്മ നാഡിയിലുള്ള പ്രാണനെ ഇടാ പിങ്കള നാഡിയിലൂടെ മുകളിലോട്ട് പൊക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണമാണ്. പ്രപഞ്ചവുമായിട്ട് നിലകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നട്ടലെന്ന് പറയുന്ന സ്പൈൻ. പ്രപഞ്ചത്തിൻ്റെ അച്ചുതണ്ടാണ്. നമ്മുടെ പ്രാണശക്തിയെ മുകളിലേക്ക് ഉയർത്തി മൂലാധാരയിലെ പ്രാണൻ നമ്മുടെ പൈനൽ ഗ്രന്ഥിയിലേക്ക് ആജ്ഞാചക്രത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തി കഴിയുമ്പം 6 ചക്രങ്ങളിലോടുള്ള ഊർജം സജീവമായിക്കൊണ്ട് ആജ്ഞാചക്രത്തിലെത്തുമ്പം ഈ സൃഷ്ടിയുടെ ഈ ഭൗതിക ശരീരത്തിനപ്പുറത്തുള്ളൊരു ചക്രമാണ് സഹസ്രാര. ആ 7ാം ചക്രത്തിൽ നമുക്ക് പ്രവേശിക്കുകയും അവിടെ കൂടെ നിർവികൽപ്പ സമാധി അവസ്ഥയിൽ നമുക്ക് എത്തുവാനും സാധിക്കും. അപ്പം അവനവൻ്റെ പ്രാണനെ മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ക്രമീകരണമാണ് ശക്തിക്രിയ. ശക്തിയെ, ഊർജത്തെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനെ അവിടെ മാസ്റ്റർ ചെയ്യുന്നു. പ്രാണശക്തി വർദ്ധിക്കുമ്പം നമ്മൾ അടിസ്ഥാന പ്രക്രിയയിൽ നമ്മൾ എത്തിച്ചേരുന്ന ശൂന്യതയിലാണ്. ശിവനെ ഭാരതീയ തത്വചിന്തയിൽ വിളിച്ചത് ശിവൻ എന്ന് പറയുന്ന ഇല്ലാത്തതായ ഒന്നിനെയാണെന്നുള്ളതാണ്. അതെ, മനസ്സ് നിശബ്ദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബോധത്തിലായിരിക്കും. ഈശ്വരൻ എന്നർത്ഥമാക്കുന്നത് എന്താണ്? ഭാരതീയ തത്വചിന്തയിൽ ഈശ്വരൻ എന്നർത്ഥമാക്കുന്ന ശുദ്ധബോധത്തിനെയാണ്. ബോധത്തെ വിളിച്ച പേരാണ് ഈശ്വരൻ. ശിവൻ ഒരു ശൂന്യമാണ്.
ഈശ്വരൻ അർത്ഥമാക്കുന്ന ഒരു ബോധവുമാണ്. നിങ്ങൾ നിശ്ചലമായി, നിങ്ങളുടെ മനസ്സ് നിശബ്ദമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉയർന്നൊരു ബുദ്ധി മാത്രമേ ഉള്ളൂ, ഒരു ബോധമേ ഉള്ളൂ. അതിനെ അവബോധമെന്ന് നമ്മൾ വിളിച്ചു. ഈ അവബോധത്തിൽ നമുക്ക് ജീവനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതം വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒന്നാണ്. ഈ ഒരു ജീവനെ നമ്മൾ മനസ്സിൻ്റെ തലത്തിലും ശരീരപരമായിട്ടുള്ള തലത്തിലും കാണുമ്പോഴാണ് പരിമിതിയുള്ളത്. നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളെ ചേസ് ചെയ്തു പോകുന്നതും നമുക്ക് കൂടുതൽ ജീവനോട് ഇത്ര അറ്റാച്ച്മെൻ്റ് ഉള്ളതും. പക്ഷേ ഈ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ പരിമിതികൾക്കപ്പുറം നമ്മൾ ഒരു തവണ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ജേണിയിലൂടെ ഇതൊരു തത്വചിന്തയല്ല, ഇതൊരു ആത്മീയ വിശ്വാസമല്ല, ഒന്നുമല്ല. നിങ്ങൾ കറക്റ്റായിട്ട് സാധന ചെയ്താൽ, നിങ്ങൾ ശക്തിക്രിയയുടെ ടൈം പീരീഡ് വരുന്ന 90 ദിവസമാണ്. 90 ദിവസം ശക്തിക്രിയയും ശക്തിമുദ്രയും പരിശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനുശേഷം 90 ദിവസത്തിന് ശേഷം മന്ത്രദീക്ഷയുമുണ്ട്. മന്ത്രദീക്ഷയും കൂടി കഴിയുമ്പോഴത്തന്നെ നിങ്ങളുടെ പ്രാണൻ പൂർത്തീകരണത്തിൻ്റെ ആ ഒരു വക്കിലെത്തുവാണ്. നിങ്ങൾക്ക് ആത്മാവിൻ്റെ പൂർണ്ണ ഗ്രഹണത്തെ അറിയാൻ സാധിക്കും. ആത്മാവിൻ്റെ ഗ്രഹണം അല്ലെങ്കിൽ ധാരണ എന്ന് പറയുന്നൊരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരും. 90 ദിവസത്തെ പരിശീലനം നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങളുടെ സ്വയബോധത്തിലേക്കാണ്. മന്ത്രദീക്ഷയുടെ ശക്തി നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങളാവുന്ന ആ ശിവനാകുന്ന പൊരുളിലേക്കാണ്. അപ്പം ഇതൊരു തത്വചിന്തയല്ല, ഇതൊരു ആത്മീയ വിശ്വാസമല്ല. നിങ്ങൾ ആക്ഷനാണ്, ഹോപ്പല്ല ഏറ്റവും നല്ല. നിങ്ങൾ പ്രവർത്തിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അച്ചടക്കത്തോടുകൂടി 90 ദിവസം, എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്ത സമയത്താണ് ഈ സാധന. 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്താണ് ഇത് അഭ്യസിക്കേണ്ടത്. ഈ സമയം അറിയാലോ, ഈ കലിയുഗത്തിൽ എപ്പോഴും തന്നെ ഈ സൃഷ്ടിക്കൊരു ടൈമുണ്ട്. ഈ ടൈമിങ്ങിന് ഈ സൃഷ്ടിയുടെ ഒരു ഊർജം ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു പ്രകാശത്തിൻ്റെ ഒരു ഊർജം, നമ്മുടെ നട്ടലിൻ്റെ ഊർജം വർദ്ധിക്കാനായിട്ടുള്ളൊരു ടൈമിങ്ങാണ്. നട്ടലിലേക്ക് ഒരു ഫോഴ്സ് ഓഫ് എനർജി കടന്നു വരും. ആ എനർജി കറക്റ്റായിട്ട് ആ ടൈമിൽ നമ്മൾ നട്ടലിൽ നിന്ന് സാധന ചെയ്താൽ നമുക്ക് ആ ഒരു ഉയർന്ന ഗ്രഹണത്തിലേക്ക് കടക്കാൻ സാധിക്കും. ചില സീസണിൽ ചില വൃക്ഷങ്ങൾ കായ്ക്കുന്നത് പോലെ ചില സമയങ്ങളിൽ സൃഷ്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ടൈമിൽ 90 ദിവസം നിങ്ങൾ സാധന ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം 90 ദിവസം ഇത് പൂർണ്ണമായിട്ടും പരിശീലിച്ച് 1 മണിക്കൂർ നേരത്തെ സാധനയാണിത്. അതിനുശേഷം നിങ്ങൾ മന്ത്രദീക്ഷയും കൂടി എടുത്തു കഴിയുമ്പം നിങ്ങൾ ഒരു ഉയർന്ന അവയർനെസ്സിൻ്റെ സ്റ്റേറ്റ് നിങ്ങളെത്തും. നിങ്ങൾ ആരാന്നുള്ള നിങ്ങൾ വിപരീതമായി നിന്നാൽ നിങ്ങളുടെ ആന്തരിക ഘടനയായി നിങ്ങൾ യോജിച്ച് കഴിയുമ്പോൾ വിപരീതം എന്താണ്? ഈഗോ, കമ്പാരിസൺ, അതേപോലെ തന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ആന്തരിക ഘടനയായിട്ട് യോജിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് യോജിക്കുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈഗോയോ ആൻസൈറ്റിയോ ഡിപ്രഷനോ ഒന്നും കൊണ്ടാൽ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ അതുമായിട്ട് യോജിച്ചു. പക്ഷേ നിങ്ങളല്ലാത്ത ഒന്നിനെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭാരം തോന്നുന്നത്. നിങ്ങളെന്ന് വെച്ചാൽ ഫ്രീ ആണ്. സോൾ ഈസ് ഫ്രീ. ഫ്രീഡമാണ് ഇതിൻ്റെ അവകാശം. ഈ ഒരു അവകാശത്തിലേക്ക്, സ്നേഹത്തിനോ ആനന്ദത്തിനോ ഒന്നും നിങ്ങൾ എവിടെയും പോയി തെണ്ടേണ്ടവരല്ല. നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ സ്വീകരിക്കാൻ വന്നവരാണ്. ഈ ഒരു ഊർജത്തിൽ നിങ്ങൾ ആ ഒരു പരമാനന്ദത്തെ അനുഭവിക്കാൻ വന്ന ജീവാത്മാക്കളാണ്. ഈ സൃഷ്ടിയിലെ മറ്റുള്ള ജീവികളെല്ലാം സംബന്ധിച്ച് നോക്കുമ്പം ഏറ്റവും ഉയർന്നൊരു ജീവിയാണ് മനുഷ്യജീവി. ഒരു നട്ടൽ നൂന്നിരിക്കാൻ കഴിവുള്ളവനാണ്. നട്ടലിലൂടെ ഒരു ഊർജത്തെ, പ്രപഞ്ചത്തിൻ്റെ അച്ചുതണ്ടുള്ള ഒരാളാണ്. എല്ലാം ഇന്നറിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇന്നറിലെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്, 90 ദിവസം നിങ്ങൾ കൃത്യമായി പരിശീലിക്കുക. നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഗുരുപരമ്പരയുടെ ഒരു അംശമായി തീരുക. ജീവനെ പൂർണ്ണമായിട്ട് മാസ്റ്റർ ചെയ്യുക. ജീവൻ്റെ പുനനവും ജനനവും മരണവും ഒന്നും തന്നെ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളിപ്പോൾ കെട്ടിപ്പിടിച്ച് വെച്ചേക്കുന്ന എല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് ഫ്രീ ആയി കിട്ടും. നിങ്ങൾ സ്വസ്ഥമായി എല്ലാത്തിനും അനുഭവിക്കാൻ പഠിക്കും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള നിങ്ങൾ സ്വസ്ഥമായി ഒന്നിനെ അനുഭവിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിന് നിങ്ങളായി കഴിയുന്ന ഒന്നായി കഴിയുമ്പം നിങ്ങളതിലേക്ക്, നിങ്ങൾക്ക് അപ്പം മുതലാണ് നിങ്ങൾ ഈ ജീവിതത്തിന് അനുഭവിച്ചു തുടങ്ങുന്നത്, അല്ലേ? എക്സ്പീരിയൻസ് ആണ് ലൈഫ്. പക്ഷേ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ ഒരു ബുദ്ധി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനൊരു അവബോധവും കൂടി നമ്മളുണ്ടാവണം. എന്നാൽ മാത്രമേ ജീവനെ പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് നിങ്ങൾക്കായി ഞാൻ സമ്മാനിക്കുന്ന ഒരു ക്രിയയാണ് ശക്തിക്രിയ. പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഉയർന്ന ശക്തി അനുഭവിച്ചറിയുക. ജീവനെ അവബോധമായി ജീവിക്കുക. ഈ ഭൂമിയിലെ ജീവിതം
പരമാനന്ദമായി തന്നെ ജീവിക്കുക. എല്ലാവർക്കും ശക്തിക്രിയ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം നേരുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.